പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ചയാളുടെ പേരിൽ മരുമകൾ കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ 3 പേർക്ക് സസ്പെൻഷൻ. 2 പോളിംഗ് ഓഫീസർമാർക്കും BLOയ്ക്കുമെതിരെയാണ് നടപടി. കള്ളവോട്ട് വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, LDF ആണ് ഇങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. അതിപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനും ഉണ്ടായിരിക്കുന്നു. അതിൽ BLOയുടെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ക്രമക്കേടിന് അവർ കൂട്ടുനിന്നിട്ടുണ്ട് എന്ന ആരോപണമാണല്ലോ LDF ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി എന്താണ്? ആർക്കൊക്കെ എതിരെയാണ് നടപടി? നിലവിൽ അനുജ, ഇത് 6 വർഷം മുമ്പ് മരിച്ച ഒരു വയോധികയുടെ, അന്നമ്മ എന്നു പേരുള്ള ഒരു വയോധികയുടെ വോട്ട് വീട്ടിലെത്തി രേഖപ്പെടുത്തി എന്നുള്ളതായിരുന്നു പരാതി. ഈ വാർത്ത നമ്മൾ ഇന്ന് പുറത്തു കൊണ്ടുവന്ന ശേഷം BLOയുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞിരുന്നത് ഒരു അബദ്ധം പറ്റി എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെ ഇത്തരത്തിലൊരു അബദ്ധം പറ്റുമെന്നുള്ളതാണ് അതിലൊരു സംശയം, പ്രധാന സംശയം. കാരണം അന്നമ്മ എന്ന് 2 പേർക്കും ഒരേ പേരുണ്ടെങ്കിൽ പോലും ഇവരുടെ തിരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്തുന്ന മുമ്പുള്ള രേഖകൾ പരിശോധിക്കുന്ന ഒരു നടപടിക്രമമുണ്ട്. അതുൾപ്പെടെ ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഉയർന്നിരുന്നത്. ഏതായാലും അവിടെ ചെന്ന റിട്ടേണിംഗ് ഓഫീസർക്കും പോളിംഗ് ഓഫീസർക്കും ഉൾപ്പെടെയുള്ള 3 പേരെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രാവിലെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയിൽ വിശ്വാസ്യതയില്ല എന്നുള്ളതാണ് കണ്ടെത്തിയത്. ഗുരുതരമായ വീഴ്ച, കള്ളവോട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥരുടെ സഹായം നൽകി എന്നുള്ളതാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ പരാതി നൽകിയത് LDF ആയിരുന്നു. മെഴുവേലി പഞ്ചായത്തിലെ കാരിത്തോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കള്ളവോട്ട് നടന്നത്. നിലവിൽ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും ഈ നടപടികൾ അവസാനിക്കുന്നില്ല. കള്ളവോട്ട് ചെയ്ത വോട്ട് അസാധുവായി പ്രഖ്യാപിച്ച് റദ്ദ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുള്ള നടപടിക്രമങ്ങൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതിനി അറിയേണ്ടതുണ്ട്. ഏതായാലും ഒരു കള്ളവോട്ട്, അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയയെ ബാധിക്കുന്ന ഒരു ഗുരുതര സംഭവമാണ് ഇന്ന് ഇപ്പോൾ പുറത്തു വരികയും ആ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക്, വീഴ്ച സംഭവിച്ചവർക്ക് സസ്പെൻഷൻ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി ആ കള്ളവോട്ട് റദ്ദാക്കപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. അനുജ, അതാണ് പത്തനംതിട്ട മെഴുവേലിയിൽ നിന്ന് ഉയർന്നു വന്ന വീട്ടിലെ വോട്ട് ക്രമക്കേടിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ.